രണ്ടുപേരും നല്ല വൈബാണ്. നമ്മൾ ക്ഷീണിച്ചിരുന്നാലും ഇവർ പറയുന്ന ഓരോ ടോക്കും മോട്ടിവേറ്റീവ് സ്പീച്ചും കേട്ട് നമ്മളിങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് വരുന്നു. കേരളക്കാരുടെ എല്ലാ ദുസ്വഭാവവും മാറിയിട്ട് യൂറോപ്യൻസിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വിശ്വമഹാരൂപമാണിത്. പ്രദീപ് ഭായ് 2 വർഷം യൂറോപ്പിലേക്ക് വന്നതിന്റെ ആ ഒരു മാറ്റങ്ങൾ നമുക്ക് ശരിക്കും നമുക്ക് അങ്ങനെ ഓസ്ട്രിയയിലെ ഒരു പകൽ ഒരു രാത്രിക്ക് കൂടി വഴിമാറുന്നതിന് ഞങ്ങൾ കൂടി സാക്ഷിയായി. ആൽപ്സ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഹാൾസ്റ്റാട്ട് പർവ്വതത്തിൽ നിന്ന് സത്യത്തിൽ ഒരു ഒളിച്ചോട്ടം കൂടിയായിരുന്നു തണുപ്പിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ ഹോട്ടലിലേക്ക് ഞങ്ങൾ പതുക്കെ വന്നു കയറി. ഹലോ ഗൈസ്, ഓസ്ട്രിയയിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ഫുഡ്. ഹലോ ഹായ്, ഹൗ ആർ യു? ഫൈൻ, ഹൗ അബൌട്ട് യു? ഓക്കെ, നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ നമുക്ക് അയച്ചു വെക്കാൻ, നമ്മളെല്ലാവരും കോട്ടൊക്കെ ഇട്ടുണ്ടാവുമല്ലോ, നല്ല തണുപ്പാണല്ലോ പുറത്ത്, അത് അയച്ചു വെക്കാൻ പ്രത്യേക ഒരു സ്ഥലം. ഓഹോ, ടൈഗർ ഹാസ് കം ബാക്ക്. ഓസ്ട്രിയയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഒരു ഭക്ഷണത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. രണ്ടുപേരും നല്ല വൈബാണ്. നമ്മൾ ക്ഷീണിച്ചിരുന്നാലും ഇവർ പറയുന്ന ഓരോ ടോക്കും മോട്ടിവേറ്റീവ് സ്പീച്ചും കേട്ട് നമ്മളിങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് വരുന്നു. പ്രദീപ്, ഇതിൻ്റെ പേരെന്താണ്? കിച്ചടി. ഇത് നമ്മൾ ആദ്യം അടിക്കണം. അതെ, ഐറ്റംസ് ഇതാണ്. ഇത് ഒന്ന് ചിക്കൻ ബിരിയാണി. മാഷാ അല്ലാഹ്, 4 ദിവസമായി ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. അടിപൊളി.